സോൾസ് ഓഫ് കൊല്ലം അല്ലേ? അതെ. സോൾസ് ഓഫ് കൊല്ലം ക്യാപ്റ്റൻ എവിടെയാണ് സർ? സോൾസ് ഓഫ് കൊല്ലത്തിന്റെ ക്യാപ്റ്റൻ ആണ്. എന്താണ് ഈ സോൾസ് ഓഫ് കൊല്ലം? സോൾസ് ഓഫ് കൊല്ലം ഒരു റണ്ണേഴ്സ് ക്ലബ്ബാണ്. റണ്ണേഴ്സ് ക്ലബ്. ഞങ്ങൾ ക്ലബ്ബ് തുടങ്ങിയിട്ട് 7 വർഷത്തോളമായി. ആൾക്കാരെ ഈ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് എക്സസൈസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി തുടങ്ങിയ ഒരു സംഘടനയാണ്. എത്ര പേരുണ്ട്? ഇപ്പോൾ ഏതാണ്ട് 250ഓളം മെമ്പേഴ്സ് അതിനകത്ത്. ഓൺലി ജെന്റ്സ് അല്ല, എല്ലാവരും ഉണ്ട്. എല്ലാവരും ഉണ്ട് അല്ലേ? കുട്ടികളുണ്ട്. കുട്ടികളുടെ റൺ നടത്താറുണ്ട് ഞങ്ങൾ. അപ്പോൾ ഈ കഴിഞ്ഞ മാസം ഞങ്ങൾ 2 ഇവന്റ് നടത്തിയായിരുന്നു. അതേപോലെ എല്ലാ ജൂലൈ മാസങ്ങളിലും DBM എന്ന ദേശീയ നാട് ബാക്ക് ബാറ്റർ മാരത്തോൺ എന്ന് പറയുന്ന ഒരു വിദേശങ്ങളിൽ നിന്നും ഈ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും പങ്കെടുക്കുന്ന ഒരു എല്ലാവരും അത്യാവശ്യം ഫിസിക്കലി മാത്രമേ ഉള്ളൂ. അതെ 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 അതെ. അത് മാറ്റി നിർത്താൻ വേണ്ടിയാണ് ഞങ്ങൾ തുടങ്ങിയതാണ്. എല്ലാവരും ചെറുപ്പക്കാരുണ്ടോ അതോ? തീർച്ചയായിട്ടും അല്ല, ചെറുപ്പക്കാരുണ്ട്. അതെ, ചെറുപ്പക്കാർ കുട്ടികളുണ്ട്. ഞാൻ 5 വയസ്സുള്ള കുട്ടികൾ ക്ലബ്ബല്ല. അല്ല 250 ഫാമിലി ഉൾപ്പെടെയാണ്. 250 ഫാമിലി. എന്റെ ഫാമിലി, എന്റെ വൈഫ്, 2 കുട്ടികൾ, അങ്ങനെ ഫാമിലി ആയിട്ടാണ് ഞങ്ങളെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഏകദേശം 1000-ൽ പുറത്ത് അംഗങ്ങൾ ഈ ക്ലബിലുണ്ട്. രാവിലെ എത്ര മണിക്ക് വരും നിങ്ങൾ പൊതുവെ? ഞങ്ങൾ 5:30 വരുന്നവരുണ്ട്. പുറത്തൊക്കെ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ 4 മണിക്ക് വരുന്നവരുണ്ട്. റൺ കഴിഞ്ഞിട്ട് ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടാവും ഇടയ്ക്ക്. അതുകൊണ്ട് സൺഡേയിലുണ്ട്, സാറ്റർഡേയിലുണ്ട്, പിന്നെ അതേപോലെ ക്രിസ്മസിനുണ്ട്, അതേപോലെ ഞങ്ങളുടെ മാരത്തോൺ. ഇന്നലെ ഒരു ഭയങ്കര ഇവന്റ് ആയിരുന്നു ഇവിടെ. ഒരു 10-600 പേര്. നിങ്ങൾ ഇതൊക്കെ ഒന്ന് കവർ ചെയ്യണമെന്നാണ് നമ്മുടെ. ഞങ്ങൾ ഈ കൊല്ലത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്ലബ്ബാണ്. അതായത് ഈ കൊല്ലത്തെ ജനങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുക, ഈ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നൊക്കെ അവരെ മുക്തരാക്കുക. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ തുടങ്ങിയ ഒരു സംഘടനയാണ് സോൾസ് ഓഫ് കൊല്ലം. എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ട്? 7 വർഷമായി. 7 വർഷമായിട്ട് കൊല്ലം നഗരത്തിലുണ്ട്. അതെ. ശരി, എല്ലാവരും നവകേരള സദസ്സിലൊക്കെ പങ്കെടുത്തു? ആരെങ്കിലും എവിടെയാണ് നവകേരള സദസ്സിൽ? ഞാനുണ്ടായിരുന്നില്ല. പങ്കെടുത്തോ? അതെ, പങ്കെടുത്തു. എന്താണ് നിങ്ങളുടെ പൊതുവെ അഭിപ്രായം നവകേരള സദസ്സിനെ കുറിച്ച്? അതും കൂടി ഒന്ന് പറയാമല്ലോ പ്രേക്ഷകരോട്. കൊള്ളാം. ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരു മന്ത്രിമാർക്കെല്ലാം നേരിട്ട് മിങ്കിൾ വരുന്നു. മന്ത്രിമാരിങ്ങനെ ഇറങ്ങി വരുന്നത് ഒരു കാഴ്ചയാണ്. തീർച്ചയായിട്ടും എന്തെങ്കിലും നടക്കുന്നുണ്ടാവും, അത് അറിയണോ? എന്താണ് അഭിപ്രായം? നല്ലൊരു പരിപാടിയാണ്. നവകേരള സദസ്സ് വേണമെന്നാണ്. ഇവിടുത്തെ സംബന്ധിച്ച്, ആശ്രമത്തെ സംബന്ധിച്ച് ഇപ്പൊ ഈ കഴിഞ്ഞ 2 പ്രാവശ്യം മുകേഷ് MLA വന്നതിന് ശേഷം ഇത് കുറച്ച് ചുറ്റാകെ നടപ്പാതകള് അതേപോലെ മനോഹരമാക്കി കുറച്ച് പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾ ഒരു രാഷ്ട്രത്തിലും പെടാത്തവരാണ്. അപ്പൊ ഇതിനെ അഭിപ്രായമാണ് നമുക്ക് വേണ്ടത്. അതെ, അതായത് മുകേഷ് MLA വന്നതിന് ശേഷം കൊല്ലത്തിന് പൊതുവെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? മാറ്റങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ ആശ്രമം പരിസരത്ത് തന്നെ ഞങ്ങൾക്ക് തൊട്ടറിയുന്ന മാറ്റങ്ങൾ ഒരു ഒട്ടനവധി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഒന്നാണ് ഈ മുസ്ലിയാർ പാർക്ക് എന്ന് പറയുന്നത്. ഈ മുസ്ലിയാർ പാർക്ക് ഇപ്പൊ അതിന്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത് അത് തുറന്നു കിട്ടുന്നില്ല. ഒരു സ്ത്രീ സൗഹൃദ പാർക്കായിട്ടാണ് ഇതിപ്പം പിന്നെ ബോർഡ് വെച്ചേക്കുന്നത്. അത് ഏതോ കേസിലാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷെ അതും കൂടെ തുറന്നു കിട്ടി. കോർപ്പറേഷനാണ്. അതേപോലെ തന്നെ ഇവിടെ ഈ ചുറ്റാകെ കുറച്ച് ഈ ടോയ്ലറ്റ്സ് ഉണ്ട്. അത് കൃത്യമായിട്ട് ഒരു പേ ആൻഡ് യൂസ് എന്നുള്ള രീതിയിൽ തുറന്നു കൊടുക്കണം. പിന്നെ മാത്രമല്ല ഈ മാലിന്യങ്ങളെല്ലാം, അതെ, മാലിന്യങ്ങൾ മാറ്റുന്ന കാര്യത്തിൽ ഒരുപാട് കോർപ്പറേഷൻ ചെയ്യുന്നുണ്ട്, പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ജനങ്ങളിലേക്ക് ആ അവയർനെസ് എത്തുന്നില്ല, അവരതിനനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല. എങ്ങനെയാണ് ഈ നവകേരള സദസ്സിനെ കാണുന്നത്? നല്ലതാണ് അഭിപ്രായം. ഈ പറഞ്ഞ കണക്ക് ഇനി അടുത്തത് അറിയാം, അതിന്റെ എഫക്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കിയാൽ അറിയാം.